ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കാലടിയിലെ അശാസ്ത്രീയമായ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനെതിരെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. യാത്രക്കാർ ദുരിതത്തിലായി. കാലടി ബസ് സ്റ്റാൻഡിലെ അശാസ്ത്രീയമായ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണവും ഗതാഗതക്കുരുക്കും മൂലം സ്വകാര്യ ബസ്സുകൾ പ്രതിസന്ധിയിലായതിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച നടത്തിയ പണിമുടക്കിനെ തുടർന്ന് ജനം വലഞ്ഞു. ഗ്രാമപ്രദേശങ്ങളായ ഇല്ലിത്തോട്, മലയാറ്റൂർ, മഞ്ഞപ്ര, ചുള്ളി, പാറപ്പുറം, ചേരാനല്ലൂർ, ചൊവ്വര തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർ യാത്രാ സൗകര്യമില്ലാതെ കഷ്ടത്തിലായി. അങ്കമാലി പെരുമ്പാവൂർ റൂട്ടിൽ KSRTC ഒരു ബസ് മാത്രമാണ് രാവിലെയും വൈകിട്ടും ഓരോ ട്രിപ്പ് ഓടിയത്. കാലടി മേഖലയിലെ 120-ൽ പരം വരുന്ന ബസ്സുകളിലെ ഉടമകളും ജീവനക്കാരും സംയുക്തമായിട്ടാണ് പണിമുടക്ക് നടത്തിയത്. സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ നിന്നും വിട്ടുനിന്നെങ്കിലും കാലടിയിലെ നിത്യേനയുള്ള ഗതാഗത കുരുക്കിന് ഒരു മാറ്റവും ഉണ്ടായില്ല. പ്രായോഗികമായ ബദൽ സംവിധാനം ഒരുക്കാതെ ബസ്സുകളെ റോഡിലേക്ക് തള്ളിവിട്ട നടപടിയെ തുടർന്ന് കരിദിനാചരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ നേരത്തെ ബസ് ഉടമകൾ നടത്തിയിരുന്നു. സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗത്ത് കനാലിനോട് ചേർന്ന ഭാഗം താൽക്കാലിക ബസ് സ്റ്റാൻഡിനായി സൗകര്യമൊരുക്കാൻ കഴിയുമെങ്കിലും അതിന് തുനിയാതെ പകരമായി മത്സ്യ മാംസ മാർക്കറ്റിലേക്കാണ് ബസ്സുകളെ മാറ്റാൻ നിർദ്ദേശിച്ചത്. എന്നാൽ ബസ്സുകൾക്ക് സുഗമമായി കയറിയിറങ്ങാനോ യാത്രക്കാർക്ക് കാത്തുനിൽക്കാനോ യാതൊരു സൗകര്യങ്ങളും ഒരുക്കാതെയാണ് ഇത്തരം തീരുമാനമെടുത്തത്. ബസ്സുകൾക്കും MC റോഡിൽ നിന്നും കയറിയിറങ്ങാൻ ഫലമുള്ള സ്ലാബുകൾ ഇടുന്നതിന് ആവശ്യമായ നടപടികൾ പോലും സ്വീകരിക്കാതെ കേവലം മാർക്കറ്റിന്റെ ഗേറ്റ് മാത്രമാണ് പൊളിച്ചു മാറ്റിയത്. യാത്രക്കാരും തന്നെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ഇതിനിടയിൽ MC റോഡിന് അരികിലായി ഷീറ്റ് കൊണ്ട് ഒരു ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം തയ്യാറാക്കിയെങ്കിലും ബസ്സുകൾ ഈ ഭാഗത്ത് നിർത്തുമ്പോൾ പുറകിലായി വരുന്ന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാതെ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുകയാണ്. മഴ ആരംഭിച്ച് സ്കൂൾ തുറക്കുന്നതോടെ സ്ഥിതി കൂടുതൽ വഷളാകും. ശ്രീശങ്കര പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി പ്രകടനമായിട്ടാണ് ബസ് ഉടമകളും ജീവനക്കാരും ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ എത്തി ധർണ നടത്തിയത്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി കാലടി മേഖലാ പ്രസിഡന്റ് APGBയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം CITU അങ്കമാലി ഏരിയ സെക്രട്ടറി CK സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഈ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഏകദേശം 4.5 ഏക്കറോളം സ്ഥലം അങ്ങ് തെക്കുവശത്ത് കനാലിനോട് ചേർന്നുള്ള ഭാഗം മുതൽ ഈ അറ്റം വരെയുള്ള ഇത്രയും കണ്ണായ സ്ഥലം ഉണ്ടായിട്ട് പോലും നിലവിൽ 28 വർഷമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്വകാര്യ ബസ്സുകളുടെ സ്റ്റാൻഡ് അടച്ചുപൂട്ടി നിർദാക്ഷിണ്യമെന്ന് വേണം പറയാൻ 120ഓളം ബസ്സുകളെ പുറത്താക്കിയിട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 120 ബസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെറിയ എമൗണ്ട്, ചെറിയ ഒരു എണ്ണമായിട്ട് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. ഈ 120 ബസ്സുകളെ എല്ലാം ദ്രോഹിച്ചത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ, ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളെ, നിത്യവൃത്തിക്ക് ജോലിയെടുക്കാൻ പോകുന്ന ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ, ഇവരെയൊക്കെയാണ് പെരുവഴിയിലാക്കി കാലടിയിലെ ഈ സ്ഥിതിവിശേഷം മനസ്സിലാക്കുന്ന അധികാരികൾ റോഡിലേക്ക് തള്ളിവിട്ടത്. എന്താണ് സംഭവിച്ചത്? ഈ 120 ബസ്സുകൾ എന്ന് പറയുമ്പോ ഇത് ലോങ് ട്രിപ്പ് നടത്തുന്ന ബസ്സുകളല്ല. ഈ 120 ബസ്സുകളും തന്നെ ഈ കാലടി പ്രദേശത്ത് ചുറ്റിപ്പറ്റി. PBOA ജില്ലാ സെക്രട്ടറി KM സിറാജ്, യൂണിറ്റ് സെക്രട്ടറി BO ഡേവിസ്, INTUC അങ്കമാലി റീജിയണൽ പ്രസിഡന്റ് ബാബു സണ്ണി, PBO പെരുമ്പാവൂർ പ്രസിഡന്റ് ജിജി തോമസ്, സെക്രട്ടറി KC രാമേന്ദ്രൻ, സജി സെബാസ്റ്റ്യൻ, ജോളി തോമസ്, TS സിജുകുമാർ, നെവിൻ ജോൺ, ജിജോ ജോണി, KP പോളി, PD ഡേവിസ്, സുധീഷ്, സാബു, റസാഖ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ഭരിക്കുന്നതും അതിന് നേതൃത്വം നൽകുന്ന റോച്ചി M ജോൺ MLAയോടും അനവധി പ്രാവശ്യം പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ലെന്നും സമരക്കാർ പറഞ്ഞു. വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലമല്ലേ കാലടി. അങ്ങനെയുള്ള ഒരു കാലടി പഞ്ചായത്തിന്റെ ഭരണസമിതി ഇത്തരം ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് 50 പ്രാവശ്യം ആലോചിക്കേണ്ടത്. ഇവിടെ ഇപ്പോ ബസ്സുടമകളെ വിളിച്ച് ഒരു പ്രാവശ്യം ഒന്ന് സംസാരിച്ചു, വരുത്തി, അങ്ങനെ ഉണ്ടല്ലോ, ഒന്ന് സംസാരിച്ചു എന്ന് വരുത്തണം. കാരണം ഞങ്ങളെ വിളിച്ചോണ്ട് സംസാരിച്ചു പോലും ഇല്ലെന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വരുത്തല്. എന്നിട്ട് വരുത്തിയിട്ട് ചർച്ച തുടങ്ങുന്നതൊക്കെ പകുതി ആവണേ മുമ്പ് തന്നെ പ്രസിഡന്റ് തീരുമാനം അറിയിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ തീരുമാനം അറിയിക്കാൻ ഒരു നോട്ടീസ് നൽകി കൊടുത്താൽ പോരെ. നമ്മളെ വിളിച്ച് ആശയവിനിമയം നടത്തണ്ടേ? ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഒരു ഭരണാധികാരി, എല്ലാ ഭരണാധികാരിയും അല്ല കേട്ടോ, നേരും ചൊവ്വും മര്യാദയും കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരി എന്താ ചെയ്യേണ്ടത്? വിളിക്കണം. നമ്മളെ മാത്രമല്ല, നമ്മള് ഇപ്പൊ 28 വർഷമായി ഇവിടെ. ന്യൂസ് ബ്യൂറോ, കാലടി.